ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും കൊണ്ടുപോകാൻ പറ്റിയ നല്ല സിമ്പിൾ ബ്രെഡ് മസാല റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 ബ്രെഡ്സ് ഇതുപോലത്തെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ചേർത്ത് ഫ്രൈ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒന്നും ചേർക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ആ ഒരു ഹീറ്റിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. സ്ലോ ഫയറിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് സെറ്റായിക്കോളും. ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്ത ക്യൂബ്സ് എല്ലാതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ്സ് എല്ലാതും ഇതുപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതേ സെയിം പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് ഒനിയൻ നല്ല നൈസായി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വാടണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ പാകത്തിന് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ആ ഓയിലൊന്ന്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 to 4 പീസസ് ഗാർലിക്ക് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസോ അല്ലെങ്കിൽ മുളക് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് രണ്ടും ചേർക്കണില്ല, അതിന് പകരം ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഇനി അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കുറച്ച് ചേർത്താൽ മതി, നമ്മൾ ലാസ്റ്റ് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വേണം ടൊമാറ്റോ ചേർക്കാനായിട്ട്. അപ്പോൾ ഒനിയനും ടൊമാറ്റോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരു ലൈറ്റ് യെല്ലോ കളർ വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലധികം ഓവറായിട്ട് മസാലാസ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല, ഒരു സിമ്പിൾ ബ്രെഡ് മസാലയാണ്. അപ്പോൾ നമുക്ക് ഇനി ചേർക്കാനുള്ളത് ജസ്റ്റ് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണ പൗഡേഴ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത്രയും പൗഡേഴ്സ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീൻസോ അല്ലെങ്കിൽ ക്യാരറ്റോ ക്യാബേജോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെജീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മാറും ഈ ഡിഷ്. അപ്പോൾ നമുക്ക് മോർണിംഗ് തന്നെ ഇതൊരു ബൗൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല, നമ്മുടെ വയറ് ഫുള്ളായിക്കോളും. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ലൊരു സിമ്പിൾ ഡിഷുമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി ചേർത്ത് കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗരം മസാല ഒരു പൊടിക്ക് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത പീസസ് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കണോണ്ട് ഒരു എഗ്ഗാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലതുപോലെ ഈ പാൻ്റെ നടുവിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് സെപ്പറേറ്റ് നമ്മൾ ഇതിലേക്ക് ചെയ്തിടേണ്ട കാര്യമില്ല. ആ പാൻ്റെ നടുവിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ സോസസായിട്ട് സോയ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഒരു സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഇനി നമുക്ക് ഈ മസാലയും ബ്രെഡും കൂടി നല്ലതുപോലെ യോജിക്കണ വരെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ ഫ്രൈയിങ് പാനൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനെടുത്ത പാൻ കുറച്ച് ചെറുതായി പോയതുകൊണ്ട് അതിൽ നിന്ന് ചാടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ ബൗള് പോലത്തെ എടുത്തു കഴിഞ്ഞിട്ട് അതിലിട്ട് മിക്സ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫ്ലേവറിന് ഞാനൊരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രെഡ് മസാല ഇവിടെ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം ഉണ്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗിൽ തന്നെ ഒരുപാട് വെജീസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോർണിംഗിലേക്കുള്ളൊരു ഫുള്ളായിട്ടുള്ളൊരു ഡിഷൊക്കെ ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ടേസ്റ്റും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒനിയൻസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു തട്ടുകട ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. തട്ടുകടയിലാണല്ലോ എല്ലാ ഡിഷസിൻ്റെ മുകളിലും കുറച്ച് ഒനിയൻ നമുക്ക് സ്പ്രെഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നല്ല പച്ചയ്ക്കുള്ള ഒനിയൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം.